നോർമലി സീസൺ വൈൽഡ് കാർഡ് ചിലപ്പോൾ 50 days കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 25 ആവും. 25 days എന്നാൽ 50 days കഴിയുമ്പോൾ കളിയൊന്നും മുറുകുമ്പോഴാണ് വൈൽഡ് കാർഡ് കയറാനുള്ളത്. ഒരാളോ രണ്ടാളോ കൂടിപ്പോയ 4 ആളായിരിക്കും. പക്ഷെ ഇത്തവണ നമുക്ക് 6 പേരാണ് വൈൽഡ് കാർഡായിട്ട് കയറാൻ പോകുന്നത്. ഓക്കെ, ആരൊക്കെ ആയിരിക്കും? നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു 6 പേര് പറയാം. ഇതിൽ ആര് കയറിയാലായിരിക്കും പൊളിക്കാന്നുള്ളത് നിങ്ങൾ പറയാ. ഒന്ന്, ഇത്തവണ നമുക്ക് 2 അഭിഷേക് ഉണ്ട്. ഒരു അഭിഷേക് ജയദീപ് ഉണ്ട്, ഒരു അഭിഷേക് ശ്രീകുമാർ ഉണ്ട്. ദെൻ നന്ദന, ദെൻ DJ സിബിൻ, ദെൻ പൂജ, പിന്നെ നമ്മുടെ സീക്രട്ട് ഏജന്റ്. എനിക്ക് പൂജ, ഐ നോ ഹർ. പൂജന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആള് ഭയങ്കര ചബിലി കിബിലി, ആള് കളിക്കളി മട്ടാണ്. എങ്ങനെ ഒരു പ്രശ്നത്തിനെ നേരിടും, എങ്ങനെ ആർഗ്യൂ ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ ഉള്ള ഈ പേരുകളിൽ എങ്ങനെ വേണേ തിരിയാട്ടോ. കയ്യലപ്പുറത്തെ തേങ്ങയാണ് ബിഗ് ബോസിന്റെ കാര്യങ്ങളെല്ലാം. ഇൻ ദ സെൻസ് ലൈക്ക് അവരാണ് തീരുമാനിക്കുന്നത്. സാറ്റർഡേ ആണ് കയറുന്നതെന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ച അല്ലെങ്കിൽ സാറ്റർഡേ മോർണിംഗ് അതിന്റെ അകത്ത് കാല് വയ്ക്കുന്നവരെ ഇവരുടെ കാര്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാം. ബട്ട് എനിക്ക് പ്രതീക്ഷയുള്ളത് സീക്രട്ട് ഏജന്റ് ആണ്, സായി ആണ്. അവൻ എവിടെയൊക്കെ ഇട്ട് ലോക്കാക്കണം, എങ്ങനെയൊക്കെ കളിക്കണം എന്നുള്ള കാര്യം നന്നായിട്ട് ഈ ലിസ്റ്റിൽ സീക്രട്ട് ഏജന്റിനെയാണ് ഞാൻ ഇപ്പം കറന്റ്ലി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് അവൻ അത്യാവശ്യം സംസാരിച്ച് നിൽക്കാനും കളി തിരിച്ചുവിടാനും ഒരു ഗെയിം ചേഞ്ചർ ആവാനൊക്കെ ചാൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറേ കാര്യങ്ങൾ അത് ഇതൊക്കെ മാറ്റണമെന്ന് നമ്മളെ പോലെ തന്നെ സീക്രട്ടിനും പ്ലാനിങ് ഉണ്ട്. ബിക്കോസ് സീക്രട്ടും ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, ഇത്രയും കാലത്തെ സോഷ്യൽ മീഡിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രയും നാളത്തെ ആ ഒരു ലൈക്ക് യുനോ അവൻ്റെ ഒരു ടോക്കും കാര്യങ്ങളെല്ലാം വെച്ച് ഞാൻ ഈ അവനെ വിളിക്കുന്നത് വി നോ ഈച്ച് അതർ ഫോർ ദ പാസ്റ്റ് കുറച്ച് ഇയേഴ്സ് ആയിട്ട് നമുക്കറിയാം, നമ്മൾ കോൺടാക്റ്റ് ഉള്ളതാണ്. അപ്പോൾ സീക്രട്ട് ഏജന്റിലാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. ആൾ നല്ലൊരു ഗെയിം ചേഞ്ചർ ആണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി അവർ ഇൻ ദ സെൻസ് ലൈക്ക് വൈൽഡ് കാർഡുകൾ എല്ലാവരും ചെന്നൈയിൽ ഇന്നത്തോടെ എത്തുന്നതാണ് ഒരു പ്രതീക്ഷ. സാറ്റർഡേ ലാലേട്ടൻ്റെ എപ്പിസോഡിനായിരിക്കും കയറുന്നുണ്ടാവുക. സീസൺ 6 ആദ്യമായിട്ട് 6 വൈൽഡ് കാർഡാണ് കയറാൻ പോകുന്നത്. ഇവരെങ്കിലും കയറിയിട്ട് ഇതിൽ മനുഷ്യത്വത്തോടു കൂടി നല്ലൊരു മെസ്സേജും പൊട്ടിക്കേണ്ട ഗ്രൂപ്പ്സൊക്കെ പൊട്ടിച്ച് അവരെയും കുറച്ച് മനുഷ്യത്വം കാണിച്ചു കൊടുത്ത് ഇങ്ങനെയല്ല ഇങ്ങനെയും കളിക്കാം, ഇങ്ങനെയല്ല ഇങ്ങനെയും പറയാമെന്ന് പറഞ്ഞു കൊടുക്കട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. എനിവേ, സീക്രട്ട് ഏജന്റ് ഉണ്ടോ എനിക്കറിയില്ല. എൻ്റെ ആഗ്രഹമാണ് സീക്രട്ട് ഏജന്റ് ഉണ്ടാവട്ടെ എന്നുള്ളത്. ഉണ്ടെങ്കിൽ മച്ചാ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സീക്രട്ട് ഏജന്റ് മാത്രമല്ല, വൈൽഡ് കാർഡായിട്ട് കയറുന്ന 6 പേർക്കും എൻ്റെ ഓൾ ദ ബെസ്റ്റ് ആണ്. നന്നായിട്ട് നിങ്ങൾ കളി പുറത്ത് നിന്ന് കണ്ടു കയറുന്ന ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട്. അതിൽ കൂടുതലും എനിക്ക് പ്രതീക്ഷ സീക്രട്ട് ഏജന്റിലാണ്. കാരണം അവന് പെട്ടെന്ന് ഇൻഡീപ്പ് ചൂയുന്ന കാര്യങ്ങൾ എടുത്ത് കുറിക്കൊള്ളുന്ന രീതിയിൽ ചോദിക്കാൻ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വെള്ളം കുടിപ്പിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഐ ഡോണ്ട് നോ ഇപ്പോഴും ഇവർ കയറുന്നുണ്ടോ എന്നുള്ളത്. എൻ്റെ ഒരു ആഗ്രഹം അതേപോലെ ചില കരക്കമ്പികളും അതേപോലെ എങ്ങനെ വേണമെങ്കിലും ഉറപ്പില്ല രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 6 വൈൽഡ് കാർഡ് കയറുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല, കൺഫേം ആണ്. അവർ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ലാലേട്ടൻ്റെ ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡ് അടിപൊളിയായിരിക്കും. ലാലേട്ടൻ്റെ ഫയറും വൈൽഡ് കാർഡിൻ്റെ എൻട്രിയും വീട്ടുകാരുടെ ഒരു പകച്ചിലും എല്ലാം കൂടി ആയപ്പോൾ നല്ല രസമായിരിക്കും. നല്ല രീതിയിൽ എന്താ പറയുക, ആ ഒരു ജബ്രി കോംബോ അല്ലെങ്കിൽ ഗബ്രിയുടെ ഈ പറഞ്ഞ മാതിരി ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ഉണ്ടെന്ന് തന്നെ വെച്ചോ, ഉണ്ടോ ഇല്ലോ എനിക്കറിയത്തില്ല, സപ്പോസ് ഉണ്ടെന്ന് വെച്ചോ, അവൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഗബ്രി ആണാണോടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കുന്ന മാത്രമേ അവന് ഓർമ്മ ഉണ്ടാവുള്ളൂ. സീക്രട്ട് ഏജന്റിനെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വൺ ഓഫ് ദി ബെസ്റ്റ് യൂട്യൂബറാണ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു കമൻറ്റ്, നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.